ഹായ് നമസ്കാരം. ഞാനിപ്പം കണ്ണവം വനത്തിൻ്റെ ഒരു ഭാഗത്താണ് ഉള്ളത്. ഉള്ളിലല്ല, എന്നാലും കുറച്ചടുത്ത്. അപ്പോൾ അവിടെ ഈ വഴിയിലേക്ക് കൂടി പോയ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു, ഒന്ന് കാണാമെന്ന് പറഞ്ഞു. കാട്ടിലേക്ക് കൂടി നമുക്ക് പോകാം. അപ്പോൾ എല്ലാവരും വരും, നമുക്ക് കാട്ടിലേക്ക് പോകാം. അങ്ങനെ ഇതാ കാട്ടിലേക്ക് ഞാൻ ഇങ്ങനെ കടന്ന് പോവുകയാണ്. വല്ല പുലിയോ കടുവയോ വന്നാൽ തീർന്നു. എന്താ രാവിലെയാണിത്, സൂര്യൻ്റെ പ്രകാശം. കാട് നോക്കി, ചുറ്റും കാടാണ്. ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊരു സംഭവം അത്ഭുതമാണ്. പക്ഷേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ പോകുന്നുണ്ട് കേട്ടോ, ഫോട്ടോഷൂട്ട് എടുക്കാനും കാര്യങ്ങളൊക്കെ. നല്ല ഭംഗിയാണ്. എന്താ ഭംഗി! എന്താ കാട്ടിൽ അങ്ങനെ നല്ല മനുഷ്യരുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അത്യാവശ്യം ആൾപ്പെരുമാറ്റം ഉണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കുമല്ലേ നമ്മളോട് ഇതിലേ പോകാമെന്ന് പറഞ്ഞത്. കണ്ട വലിയ വലിയ മരങ്ങളും. അങ്ങനെ വെയിലടിക്കുന്നില്ല, കാരണം സൂര്യപ്രകാശം താഴേക്ക് തട്ടാൻ വളരെ ഇതാണ്. അങ്ങനെ ആൾ വരുന്നുണ്ട്. കുന്നാണ് അങ്ങ് കാണുന്നത് മേലെ. അത് കാടാ ചുറ്റും. നല്ല ശാന്തത, നല്ല തണുപ്പുണ്ട്. പക്ഷെ ആ സംഭവം എന്താണെന്ന് നമുക്ക് കാണണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. നടുക്കൊരു മരം, വഴീൻ്റെ നടുക്ക്. ഇത് നോക്കിയാൽ അങ്ങോട്ട് കുന്ന്. ഇത് വഴിയുണ്ട്, ഇതൊരു വഴിയാണ്. അല്ല, ഇത് കുന്നാണ്, കാട്. പണ്ട് ശബരിമലക്ക് പോകുമ്പം എരുമേലിയിൽ നിന്ന് മലചവിട്ടി പോകുമ്പോൾ അതുപോലെയുണ്ട് എനിക്ക് അനുഭവം. മരത്തിൻ്റെ വേരുകളും ചെറിയ ചെറിയ വഴികളാണ് കാട്ടിലേക്കടി. പാറ. ചെരുപ്പിടാണ്ടാണ് പോകുന്നത്. ചെരുപ്പ് അങ്ങ് അഴിച്ചു വെച്ചിട്ടാണ് ഉള്ളത്. അതൊരു അമ്പലത്തിൽ പോയതായിരുന്നു. ആ അമ്പലത്തിൻ്റെ അടുത്താണ് ഈ വഴി, ഈ സ്ഥലമുള്ളത്. അപ്പോൾ ചെരുപ്പിട്ടിട്ടില്ല, കാല് നല്ലതായിട്ട് വേദനിക്കുന്നുണ്ട്. ഒരു മരം നോക്കിയേ, വള്ളി പുള്ളിയായിട്ട് പോകുന്ന കൊമ്പുകളാണ് മരത്തിൻ്റെ. എന്താ പറയണ്ടല്ലേ, പറയാൻ വാക്കുകളില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ജീവിക്കാൻ വളരെ സന്തോഷമാണ്. നല്ല ആരോഗ്യമുള്ള ഭക്ഷണം കഴിച്ച് നല്ല ശുദ്ധമായി ശ്വസിച്ച് ജീവിക്കാം. ഒരസുഖം ഉണ്ടാവില്ല. നമ്മളങ്ങനെ ഒരു ചെറിയൊരു പുഴയിലെത്തിയിട്ടുണ്ട് നടന്നിട്ട്. ഇതാണ് സംഭവം. ഏതാണ് സംഭവം? ഇത് 2-3 കൊല്ലം മുന്നേ നല്ല പ്രളയം ഉണ്ടായിട്ടില്ലേ, ആ പ്രളയത്തിൽ സംഭവിച്ചതാണ് ഇത്. കണ്ട, പാലത്തിൻ്റെ തൂണ് ഇടിഞ്ഞ് വീണിട്ട് കണ്ട. അപ്പോൾ എന്തുമാത്രം ശക്തിയിലായിരിക്കും ആ മഴവെള്ളപ്പാച്ചിൽ വന്നിട്ടുണ്ടാവുക. എന്നാലും ചേട്ടാ, പാലാണിത്. ഇവിടെ നിന്ന് അക്കരക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പാലാണ്. അതിൻ്റെ തൂണുകളാണ് 2 തൂണുകൾ. ഇത്രയും വലിപ്പമുള്ള തൂണാണ്. അത് ഇടിഞ്ഞ് മറിഞ്ഞ് കളഞ്ഞ്. അതിൻ്റെ പാലത്തിൻ്റെ ഇതില്ലേ നടക്കുന്ന ഇത്, അതടക്ക് ഇടിഞ്ഞ് വീഴുക എന്ന് പറയുമ്പോൾ എന്തുമാത്രം ശക്തിയിലായിരിക്കും ആ വെള്ളം വന്നിട്ടുണ്ടാവുക. ഇതാണ്. അപ്പോൾ പ്രകൃതിയോട് കളിച്ചാൽ ഇതെല്ലാം ഇതിലപ്പുറവും ചാടിക്കടക്കും എന്നാണ് പറയാനുള്ളത്. ഈ മരം നോക്കി, ഈ ഒരു മരം നോക്കി, എന്നാ പറയാനാ. അപ്പോൾ കണ്ടില്ലേ പാല്. ഇത് കണ്ട, ഈ പാലത്തിൻ്റെ തൂണാണിത്. ഇപ്പോൾ ആണെങ്കിൽ വെള്ളമില്ല. വെള്ളം ഉള്ളത് നല്ല ശുദ്ധ വെള്ളമാണ്.
അപ്പോൾ ഓക്കെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ അല്ല ഈ പാലം കണ്ട ഈ വഴി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ നേരെ അത് റോഡാണ്. ആ റോഡിൽ നിന്ന് ഇങ്ങനെ വരണ്ടതാണ് പാലം. പക്ഷെ പാലെല്ലാം അങ്ങ് ഒഴുകിപ്പോയി, അടിച്ച് മറിഞ്ഞു കളഞ്ഞ ആ പ്രളയത്തിൽ. 2-3 കൊല്ലം മുന്നേ ഉള്ള പ്രളയം ഉണ്ടായിട്ടില്ലേ ആ സമയത്ത്. അപ്പം വെള്ളം നല്ല അത്രയും ഫോഴ്സിൽ വന്നിരിക്കും, എല്ലാം പോയി. ഇനി പുതിയൊരു പാലം ഉണ്ടാക്കണം. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് കമൻറ്റെല്ലാം തരുക കേട്ടോ. ഓക്കെ ബൈ.